ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും PSC സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റററി ക്രിറ്റിസിസം. നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും പാർട്ട് 1 വീഡിയോയിൽ 30ഓളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചു പോകാം. ഒന്നാമത്തെ ചോദ്യം, ഹു ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം ബൈ ഡോക്ടർ ജോൺസൺ? ഡോക്ടർ ജോൺസന്റെ അഭിപ്രായത്തിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം അദ്ദേഹം വിളിക്കുന്നത് ജോൺ ഡ്രൈഡനെയാണ്. ഡോക്ടർ ജോൺസൺ ഡിഫെൻഡഡ്. എന്താണ് ഡിഫെൻഡ് ചെയ്തത്? 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് ആൻസർ മാത്രം പഠിച്ചു പോകുന്നു. ഷേക്സ്പിയറിന്റെ മിക്സിംഗ് ഓഫ് കോമിക് ആൻഡ് ട്രാജിക് ജോണേഴ്സിനെയാണ് ഡോക്ടർ ജോൺസൺ എതിർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം യൂസ്ഡ് ടു സിഗ്നിഫൈ ആൻ എറർ ഓഫ് ജഡ്ജ്മെന്റ്. നമുക്കറിയാം അല്ലെ, എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം ഹമേർഷ്യ, whether through ignorance or moral fault. Okay, next question, the purgation of emotion in a play according to Aristotle. അടുത്തൊരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ്, അത് കഥാർസിസ് ആണ്. ഓക്കെ, അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ പർഗേഷൻ ഓഫ് ഇമോഷൻ ആണ് കഥാർസിസ് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് അദ്ദേഹം എഴുതിയ നൂറ്റാണ്ട്, the century in which Aristotle wrote the poetics, that is the 4th century BC. Next question, dash is the powerful art of poetry written in reply to Stephen Gosson. അപ്പോൾ ഫിലിപ്പ് സിഡ്നി അപ്പോളജി ഫോർ പോയട്രിയിലാണ് ഒരു റിപ്ലൈ കൊടുത്തത് സ്റ്റീഫൻ ഗോസോൺ. ഓക്കെ, ആസ് എ പവർഫുൾ ആർട്ട് ഓഫ് പോയട്രി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഡിസസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? T.S. Eliot. The term dissociation of sensibility associated with the critic T.S. Eliot, who wrote treatise of literary criticism on the sublime. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക് ആയിട്ടുള്ള ലോഞ്ചൈനസിന്റെ കൃതിയാണ് ഓൺ ദ സബ്ലൈം. Who wrote 7 types of ambiguity. ഓർത്തു വെക്കുക, എപ്സൺ, വില്യം എപ്സന്റെ കൃതിയാണ് 7 types of ambiguity. Moving to the next question, the essay Death of Author is written by Ronald Barthes. ബാർത്തസിന്റെ എസ്സേ ആണ് The Death of Author. The lecture of Plato's have been preserved in the form of dialogues. ഓക്കെ, ഓർത്ത് വെക്കുക, ഡയലോഗ്സ് എഴുതുന്ന രീതിയിലാണ് നമ്മുടെ ലെക്ചേഴ്സ്, പ്ലാറ്റോയുടെ ലെക്ചേഴ്സിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കോളറിഡ്ജ് ഇൻ ബയോഗ്രഫിയ ലിറ്ററേറിയ കോൾസ് സെക്കൻഡറി ഇമാജിനേഷനെയാണ് അദ്ദേഹം മാജിക് എന്നും സിന്തറ്റിക് പവർ എന്നും ഇവിടെ കോളറിഡ്ജ് ബയോഗ്രഫി ലിറ്ററേറിയയിൽ വിളിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു I.A. റിച്ചാർഡ്സ്, ഡാഷ് സിഗ്നിഫൈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു റീഡർ. ടോൺ വഴിയാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു I.A. റിച്ചാർഡിന്റെ അഭിപ്രായത്തിൽ റൈറ്ററിന്റെ ടോണിലൂടെ നമുക്ക് എന്ത് റീഡേഴ്സിനോടുള്ള ഒരു മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്ററിന്റെ മനോഭാവം, അദ്ദേഹത്തിന്റെ ടോൺ, റൈറ്റിംഗ് ടോണിലൂടെയാണ് I.A. റിച്ചാർഡ്സൺ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് യൂസ്ഡ് സോഷ്യൽ ആന്ത്രോപോളജി ഫോർ ദ എവല്യൂഷൻ ഓഫ് ലിറ്റററി വർക്ക്സ്. അഭിപ്രായപ്പെട്ടതാരാണ്? ക്ലോഡ് ലിവ് സ്റ്റാരസ്. ഓർത്ത് വെക്കുക, ക്ലോഡ് ലിവ് സ്റ്റാരസ്. അക്കോർഡിംഗ് ടു ഹിം, സോഷ്യൽ ആന്ത്രോപോളജി ഈസ് യൂസ്ഡ് ഫോർ ദി evolution of literary works. Okay, Aristotle used the term dash to indicate the moment of recognition in which character moves from. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അനക്നോസിസ് എന്ന് പറയും അല്ലെ. ഇവിടെ ഇമ്പോർട്ടൻ്റ് പ്രോട്ടഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നു? യെസ്, there is a change of ignorance to knowledge. Okay, next question, the feminist critic who considers women as writers is called. എലൻ ഷുവോൾട്ടർ പറയുന്നത് ഗൈനോ ക്രിറ്റിസിസത്തെ കുറിച്ചാണ് അല്ലെ. അവിടെ വിമനെ കൺസിഡർ ചെയ്യുന്ന വിമൻ ആസ് എ റൈറ്റർ ആണ്. ലിറിക്കൽ ബെല്ലാഡ് വാസ് പബ്ലിഷ്ഡ് വിത്ത് എ പ്രിഫേസ് ഇൻ ദ ഇയർ 1800 ലിറിക്കൽ ബെല്ലാഡ് പ്രിഫേസിൽ വന്നത് അല്ലെ. പ്രിഫേസുമായിട്ട് ലിറിക്കൽ ബെല്ലാഡ് പബ്ലിഷ് ചെയ്ത വർഷമാണ് 1800. ഇൻ ദ എസ്സേ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് describe the process of poetic creation in terms of analogy of chemical reaction. Okay, ഓർത്തു വെക്കുക. Next question, archetype means original idea or model on which something is patterned. Okay, Jacques Derrida's lecture Structure,
sign and play in the discourse of human science. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആരുടെ ലെക്ചറാണ്? ജേക്കസ് ഡെറിഡയുടെ ലെക്ചറാണ്. എന്ത്? The structure, sign and play in the discourse of human science heralded the beginning of post-structuralism. Okay, next question. The second phase in the history of women's literature and discussed an Ellen Showalter in her essay towards the feminist poetics. That is the feminist phase. Okay, അപ്പോൾ second phase of history of women's literature and the discussed by എലൻ ഷുവാൾട്ടറിന്റെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന എലൻ ഷുവാൾട്ടറിന്റെ എസ്സേ ആണ്. അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ ഫെമിനിസ്റ്റ് ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫ്രഞ്ച് ഫിലോസഫർ മൈക്കൽ ഫൊക്കോൾട്ട് എസ്സേ ഡിസ്കസിംഗ് ദ നോഷൻ ഓഫ് ദ ഓഥർ. വാട്ട് ഈസ് ഓഥർ? അപ്പോൾ വാട്ട് ഈസ് ദ ഓഥർ എന്നുള്ള വർക്ക് ഓർത്ത് വെക്കുക. മൈക്കൽ ഫൊക്കോൾട്ട് ആണ്. ഈസ് എ ഫ്രഞ്ച് ഫിലോസഫർ എന്നുള്ളതും ഓർത്ത് വെക്കുക. ലാക്കന്റ് കൺസെപ്റ്റ് ഓഫ് മിറർ സ്റ്റേജ്, അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ. മിറർ സ്റ്റേജ് ചൈൽഡ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ഈസ് റിലേറ്റഡ് ടു എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി ഡ്യൂറിംഗ് എ ചൈൽഡ് ഗ്രോത്ത്. നെക്സ്റ്റ്, ദ ഓഥർ ഓഫ് ദ ബുക്ക് ടുവേർഡ്സ് ദ എസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഓർത്ത് പറയാമോ? ദ ഓഥർ ഓഫ് ദ ബുക്ക് ടുവേർഡ്സ് ദ എസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചർ. യെസ്, ദാറ്റ് ഈസ് ശരൺ കുമാർ ലിംബാലെ. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഈസ് എസെൻഷ്യൽ വൈറ്റൽ ആൻഡ് സ്ട്രഗിൾ ഓഫ് ഐഡിയലൈസ് ആൻഡ് യൂണിറ്റി? ദാറ്റ് ഈസ് സെക്കൻഡറി ഇമാജിനറി. ഓക്കെ, സെക്കൻഡറി ഇമാജിനറി നമ്മൾ ഇത് തൊട്ട് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യനിലും പഠിച്ചു പോയി അല്ലെ. ബയോഗ്രഫി ലിറ്റററിയിലൊക്കെ സെക്കൻഡറി ഇമാജിനേഷനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയതാണ്, ഓർക്കുക. നെക്സ്റ്റ്, പെനപ്പോട്ടിസം ഈസ് ദ ടൈറ്റിൽ ഇൻ ദ ക്യാരക്ടർ ഓഫ് വെൽ നോൺ ബുക്ക് ബൈ മൈക്കൽ ഫൊക്കോൾട്ട്. ഓക്കെ, വേർഡ്സ്വർത്ത് ദ പ്രൈമറി കൺസേൺ ഓഫ് ലിറിക്കൽ ബെല്ലാഡ് വാസ്. എന്തായിരിക്കും അതിന്റെ ലാംഗ്വേജ് ഓഫ് പോയട്രി അല്ലെ. പ്രൈമറി കൺസേൺ ഓഫ് ലിറിക്കൽ ബെല്ലാഡ്സ് by Wordsworth was the language of poetry. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം. What is considered as the central principle literary criticism in Sanskrit literature? Sanskrit literature-ൽ വ്യംഗ്യയാണ്. ഓർത്ത് വെക്കുക. വ്യഞ്ജന, not വ്യംഗ്യ, it's വ്യഞ്ജന. അപ്പോൾ what is considered as the central principle of literary criticism in Sanskrit literature ചോദിക്കുകയാണെങ്കിൽ വ്യഞ്ജന എന്നുള്ളത് ഓർത്ത് വെക്കുക. The term peripetia means, important ആണ്, fluctuation of occurrings അല്ലെങ്കിൽ fluctuation occurring in the fortune of hero. അപ്പോൾ ഒരു ഹീറോയുടെ ഭാഗ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ, വ്യതിചലനം, fluctuations is peripetia. ഇന്നത്തെ നമ്മളെ അവസാനത്തെ ചോദ്യം. In which essay did Matthew Arnold regarded poetry as criticism of life under the condition fixed for such criticism by the law of poetic truth and poetic beauty, that is the study of poetry. ഓർത്ത് വെക്കുക, study of poetry is by Matthew Arnold. അതിലാണ് അദ്ദേഹം പോയട്രിയെ criticism of life under the condition fixed by such criticism of law of poetic truth and poetic beauty. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ടിൽ അടുത്ത 30 ക്വസ്റ്റ്യൻസുമായിട്ട് ഉടൻ തന്നെ കാണാം. Till then, study well. Best of luck.